ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു അത്യന്തം അനുഗ്രഹപൂർണമായ സമയത്തെക്കുറിച്ചാണ്. റമളാനിലെ വെള്ളിയാഴ്ച രാത്രി. റമളാൻ തന്നെ ഒരു അനുഗ്രഹ മാസമാണ് അല്ലേ? അതിൽ വെള്ളിയാഴ്ച ജുമുഅ ഒരു പ്രത്യേക ദിനം കൂടിയാണ്. ഇരുവരും കൂടിയെത്തുന്ന രാത്രി എത്ര വലിയ നിമിഷമാണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ചില ദിവസങ്ങൾക്കും രാത്രികൾക്കും പ്രത്യേക മഹത്വമുണ്ടെന്ന് അല്ലേ? ജുമുഅ ദിനത്തെക്കുറിച്ച് നമ്മുടെ പ്രിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായത് വെള്ളിയാഴ്ചയാണ്. അന്നേ ദിവസം തന്നെയാണ് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടതും ജന്നത്തിൽ പ്രവേശിക്കപ്പെട്ടതും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതും. അതുകൊണ്ട് വെള്ളിയാഴ്ച ഒരു സാധാരണ ദിനമല്ല, അത് ദുആകൾ സ്വീകരിക്കപ്പെടുന്ന ദിനമാണ്. റമളാനിലെ ഓരോ രാത്രിയും വിലപ്പെട്ടതാണ്, കാരണം ഇത് ഖുർആൻ ഇറക്കിയ മാസമാണ്. നമ്മളുടെ രാത്രികൾ നമുക്ക് നൽകുന്നത് തഹജ്ജുദ് നിസ്കാരം, ദുആ, ഇസ്തിഗ്ഫാർ, ഖുർആൻ പാരായണം. ഇതൊരാത്മാവിൻ്റെ ശുദ്ധീകരണ സമയം കൂടിയാണ്. ഈ രാത്രി നമ്മൾക്ക് ഒരു ഡബിൾ ബ്ലെസ്സിങ് ടൈം കൂടിയാണ്. കൂടുതൽ ദുആ ചെയ്യുക, നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ആരോഗ്യം എല്ലാം തുറന്നു പറഞ്ഞ് അള്ളാഹുവിനോട് അപേക്ഷിക്കുക. നബിയോടുള്ള സലാത്ത് വർദ്ധിപ്പിക്കുക. ജുമുഅ ദിനത്തിലും രാത്രിയിലും സലാത്ത് ചെല്ലുന്നത് വളരെ പുണ്യകരമാണ്. നമ്മൾ ഒരു പേജെങ്കിലും ഖുർആൻ മനസ്സിലാക്കി വായിക്കുക, തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കുക. 2 റക്അത്ത് പോലും വലിയ മാറ്റം കൊണ്ടുവരും നമ്മളുടെ ജീവിതത്തിൽ. സഹോദരി സഹോദരന്മാരെ, നമുക്കറിയില്ല ഈ റമളാൻ നമ്മുടെ അവസാനത്തേതാണോ എന്ന്. നമ്മൾക്ക് ഇന്ന് രാത്രി അള്ളാഹുവിനോട് ചോദിക്കാം, യാ അള്ളാ, ഞാൻ തെറ്റുകൾ ചെയ്തു, പക്ഷേ ഞാൻ നിന്നിലേക്ക് മടങ്ങിയെത്തുന്നു, എന്നോട് ക്ഷമിക്കണമേ. ആ ഒരു കണ്ണുനീർ, ആ ഒരു സത്യസന്ധ ദുആ നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റാൻ മതിയാകും. വീട്ടിൽ ചെറിയൊരു ഖുർആൻ പാരായണം ചെയ്യുക, കുട്ടികൾക്ക് ജുമുഅയുടെ മഹത്വം പറഞ്ഞു കൊടുക്കുക, ഒരുമിച്ച് ദുആ ചെയ്യുക. ഇത് നമ്മുടെ വീട്ടിൽ ബറക്കത്ത് വർദ്ധിപ്പിക്കും. ഇന്ന് രാത്രി വെറുതെ കടന്നു പോകാൻ ആരും അനുവദിക്കരുത്. നമ്മളുടെ സമയമൊന്ന് മാറ്റിവെച്ച് അള്ളാഹുവിനോട് ചില നിമിഷങ്ങൾ ചെലവിടൂ. റമളാനിലെ വെള്ളിയാഴ്ച രാത്രി ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു വാതിലാകാം.